പ്രകാരം കേരളത്തിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് കേരളത്തിലെ അണക്കെട്ടുകൾ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ ഡാമാണ് ഇടുക്കി ജില്ലയിലെ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചെറുതോണി ഡാം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമും ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമും ചെറുതോണിയാണ്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും ബാണാസുര സാഗർ ഡാമാണ്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചെറുതോണി ഡാം. ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി ഡാമിനെ കുറിച്ച് പഠിക്കാം. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കിയാണ്. ഇടുക്കി ഡാമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി ഡാമാണ്. നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലകൾ നിരകൾക്കിടയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി ഡാമാണ്. നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ്. നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഇടുക്കി ഡാം നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവാണ് കൊലുമ്പൻ മൂപ്പന്. ഇടുക്കി ഡാം നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-ന്. ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇന്ദിരാഗാന്ധി. 1976-ലാണ് ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. 1976 ഇന്ദിരാഗാന്ധിയാണ് ഡാമിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂലമറ്റം. ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? മൂലമറ്റം ഇടുക്കി പവർ സ്റ്റേഷൻ. അതിന്റെ സ്ഥാപക ശേഷി എത്രയാണ്? മൂലമറ്റം ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കി ഡാമാണ്. നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ്. നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം കാനഡ. ഡാം നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. ഡാം നിർമ്മാണം ആരംഭിച്ചത് എപ്പോഴാണ്? 1969 ഏപ്രിൽ 30-നാണ് ഡാം നിർമ്മാണം ആരംഭിച്ചത്. ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. 1976-ലാണ് ഉദ്ഘാടനം ചെയ്തത്. ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂലമറ്റമാണ്. ഇതിന്റെ സ്ഥാപക ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ഡാമിന്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. അടുത്തത് മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? മലമ്പുഴ ഡാമാണ്. ഉദ്ഘാടനം ചെയ്തത് 1955-ലാണ് ഉദ്ഘാടനം ചെയ്തത്. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. എവിടെയാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. ഉദ്ഘാടനം ചെയ്തത് 1955-ല്. ഏത് നദിയിലാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? മലമ്പുഴ നദിയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ ആണ്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ ആണ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമനാണ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ മലമ്പുഴയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണ്? മലമ്പുഴ ഗാർഡനിലാണ്. ഈ റോക്ക് ഗാർഡന്റെ ശില്പി ആരാണ്?
നേക് ചന്ദ് ആണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡന്റെ ശില്പി ആരാണ്? നേക് ചന്ദ് ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. ഉദ്ഘാടനം ചെയ്തത് 1955 പാലക്കാട് ജില്ലയിലാണ്. നിർമ്മിച്ചിരിക്കുന്ന നദി മലമ്പുഴ നദിയാണ്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ ആണ്. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതാരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ചോദിച്ചാല് മലമ്പുഴ ഗാർഡൻ ആണ്. അടുത്തത് പീച്ചി ഡാം. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. പീച്ചി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മണലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പീച്ചി ഡാം തൃശൂർ ജില്ലയിലാണ്, മണലി നദിയിലാണ്. നിർമ്മിച്ചിരിക്കുന്ന വർഷം 1957. പീച്ചി ഡാം നിർമ്മിച്ച വർഷം 1957. അടുത്തത് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാമാണ്. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദി. സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാം വഴിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. അടുത്തത് നെയ്യാർ ഡാം. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പണി കഴിപ്പിച്ചത് എപ്പോഴാണ്? നെയ്യാർ ഡാമിന്റെ പണി പൂർത്തിയായത് 1958. നെയ്യാർ ഡാം പണി കഴിപ്പിച്ച വർഷം 1958. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമാണ്. മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രമാണ് നെയ്യാർ ഡാം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമാണ്. അപ്പോൾ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പണി കഴിപ്പിച്ച വർഷം 1958. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാമാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന നെയ്യാറിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമാണ് ഏത്? സ്റ്റീവ് ഇർവിൻ പാർക്ക്. അടുത്തത് തെന്മല ഡാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം. സ്ഥിതി ചെയ്യുന്നത് കല്ലട, കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മിച്ച വർഷം, തെന്മല ഡാം നിർമ്മിച്ച വർഷം 1961. അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമായിട്ടാണ് തെന്മല ഡാം അതിർത്തി പങ്കിടുന്നത്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല ഡാമാണ്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെന്മല ഡാമാണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം. സ്ഥിതി ചെയ്യുന്നത് കല്ലട നദി, കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ്. നിർമ്മിച്ച വർഷം 1961. തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല ഡാമാണ്. അടുത്തത് മുല്ലപ്പെരിയാർ ഡാം. സ്ഥിതി ചെയ്യുന്ന നദി, മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയിലാണ് അല്ലെ. മുല്ലപ്പെരിയാർ ഡാം ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്, ഇടുക്കിയിലാണ്. പണി തുടങ്ങിയ വർഷം 1887 പണി തുടങ്ങിയത്. 1887 പണി തുടങ്ങിയത്. ശില്പി ആരാണ്? ജോൺ പെന്നിക്വിക്ക് ആണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ആരാണ്? ജോൺ പെന്നിക്വിക്ക് ആണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ലോർഡ് വെൻലോക്ക് 1895 ഉദ്ഘാടനം ചെയ്തു അല്ലെ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദിയിലാണ്. പണി തുടങ്ങിയ വർഷം 1887. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ആരാണ്? ജോൺ പെന്നിക്വിക്ക് ആണ്. ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക് 1895 ഉദ്ഘാടനം ചെയ്തത്.
പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29-നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്. 1886 ഒക്ടോബർ 29-നാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പാട്ടക്കരാർ ഒപ്പുവെച്ചത്. 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ ഡാം പാട്ടത്തിന് നൽകിയത്. 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടത്തിന് നൽകിയത്. പാട്ടക്കരാർ ഒപ്പിട്ടവർ ആരൊക്കെയായിരുന്നു? തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാരും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിലാണ് മുല്ലപ്പെരിയാറിന്റെ പാട്ടക്കരാർ ഒപ്പിട്ടത്. ആരൊക്കെയാണ്? തിരുവിതാംകൂറിന്റെ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത്. 999 വർഷത്തേക്കാണ് പാട്ടത്തിന് നൽകിയിട്ടുള്ളത്. മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയതാരാണ്? സി അച്യുതമേനോൻ. 1970-ലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാറ് പുതുക്കിയത്. എപ്പോഴാ പുതുക്കിയത്? 1970-ൽ സി അച്യുതമേനോനാണ് മുല്ലപ്പെരിയാർ കരാറ് പുതുക്കിയത്. ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം ഏതാണ്? സുർക്കി മിശ്രിതമാണ്. ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് SS ആനന്ദ് കമ്മിറ്റി. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് SS ആനന്ദ് കമ്മിറ്റി. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? വൈഗ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീ വിശാഖം തിരുനാള്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. പാട്ടക്കരാർ ഒപ്പിട്ട സമയത്ത് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പാട്ടക്കരാർ ഒപ്പിട്ട സമയത്ത് അല്ലെങ്കിൽ പാട്ടക്കരാർ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാള് അല്ലെ. ഒന്നുകൂടി നോക്കാം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരിയാർ നദിയിലാണ്. പണി തുടങ്ങിയ വർഷം 1887-ലാണ്. ശില്പിയാരാണ്? ജോൺ പെന്നിക്വിക്കാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയാരാണ്? ജോൺ പെന്നിക്വിക്കാണ്. ഉദ്ഘാടനം ചെയ്ത് ലോർഡ് വെൻലോക്ക് 1895-ൽ ഉദ്ഘാടനം ചെയ്തു. പാട്ടക്കരാർ ഒപ്പിട്ട് 999 വർഷത്തേക്കാണ് ഒപ്പിട്ടത്. എപ്പോഴായിരുന്നു ഒപ്പിട്ടത്? 1886 ഒക്ടോബർ 29-ന്. 1886 ഒക്ടോബർ 29-നാണ് പാട്ടക്കരാർ ഒപ്പിട്ടത്. പാട്ടക്കരാർ ഒപ്പിട്ട് ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിലായിരുന്നു പാട്ടക്കരാർ ഒപ്പിട്ടത്. മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയതാരായിരുന്നു? സി അച്യുതമേനോൻ. മുല്ലപ്പെരിയാറിന്റെ കരാർ പുതുക്കിയതാരാണ്? സി അച്യുതമേനോൻ. 1970-ലാണ് കരാർ പുതുക്കിയത്. ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ്. ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങള് പഠിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് SS ആനന്ദ് കമ്മിറ്റി. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? വൈഗ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീമൂലം തിരുനാളാണ്. അണക്കെട്ടുകളും സ്ഥാപിച്ചിരിക്കുന്ന നദികളും. അരുവിക്കര ഡാം കരമനയാർ നദിയിലാണ്. അരുവിക്കര ഡാം കരമനയാർ നദിയിലാണ്. കക്കയം ഡാം കുറ്റ്യാടി നദിയിലാണ്. കക്കയം ഡാം ഏതാണ്? കുറ്റ്യാടി നദിയിലാണ്. ബാണാസുര സാഗർ ഡാം ആണെങ്കിലോ കബനി നദിയിലാണ്. ബാണാസുര സാഗർ ഡാം കബനി നദിയിലാണ്. കക്കി ഡാം പമ്പ നദിയിലാണ്. കക്കി ഡാമും ശബരി ഡാമൊക്കെ പമ്പ നദിയിലാണ്. പഴശ്ശി ഡാം വളപട്ടണം പുഴയിലാണ്. പഴശ്ശി ഡാം ഏത് നദിയിലാണ്? വളപട്ടണം പുഴയിലാണ്. ഇടമലയാർ ഡാം ആണെങ്കിൽ പെരിയാറിലാണ്. ഇടമലയാർ ഡാം പെരിയാർ നദിയിലാണ്. മാട്ടുപ്പെട്ടി ഡാം പെരിയാർ നദിയിലാണ്. മുല്ലപ്പെരിയാർ ഡാം പെരിയാർ നദിയിലാണ്. ഭൂതത്താൻ കെട്ട് ചെറുതോണി ഡാം ഇതെല്ലാം ഏതിലാണ്? പെരിയാറിലാണ്. ഇടമലയാർ ഡാം, മാട്ടുപ്പെട്ടി ഡാം, മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻ കെട്ട് ഡാം ഇതെല്ലാം പെരിയാർ നദിയിലാണ്.
പീച്ചി ഡാം ആണെങ്കിൽ മണലി നദിയിലാണ്. പീച്ചി ഡാം ഏതിലാണ്? മണലി നദിയിലാണ്. തെന്മല ഡാം ആണെങ്കിലോ കല്ലട. മലമ്പുഴ ഡാം ആണെങ്കിൽ മലമ്പുഴ നദിയിലാണ്.